എക്സ്പെൻസുകൾ പഠിച്ചു. ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് ഇൻകം. അപ്പോൾ നമ്മൾ ആദ്യം ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുവാൻ പഠിക്കുന്നു. ആ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്രോസ് പ്രോഫിറ്റോ ഗ്രോസ് ലോസോ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി, കിട്ടുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന ഒരു അക്കൗണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട്. ആ ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കാൻ പഠിക്കാൻ പോവുകയാണ്. ഞാൻ ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് പറഞ്ഞു തരാൻ പോവുകയാണ്. ആ ക്വസ്റ്റ്യൻ എഴുതിക്കൊള്ളുക. From the following particulars, prepare a trading account for the year ended 31st December 2012. 31st December 2012. 31st December 2012. കോമ ഇട്ട് എഴുതിയാലും മതി, ക്വസ്റ്റ്യൻ താഴെ എഴുതിയാലും മതി. ട്രയൽ ബാലൻസ് അല്ല തന്നിരിക്കുന്നത്, അതുകൊണ്ടാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് റുപ്പീസ് 14,000. ഓപ്പണിംഗ് സ്റ്റോക്ക് റുപ്പീസ് 14,000, കോമ താഴെ എഴുതുന്നത് അതുപോലെ എഴുതുക. സെയിൽസ് റുപ്പീസ് 92,000. സെയിൽസ് റുപ്പീസ് 92,000. അടുത്ത പർച്ചേസസ് റുപ്പീസ് 36,000. പർച്ചേസസ് റുപ്പീസ് 36,000. അടുത്തത് സെയിൽസ് റിട്ടേൺ റുപ്പീസ് 2,000. സെയിൽസ് റിട്ടേൺസ് റുപ്പീസ് 2,000. സെയിൽസ് റിട്ടേൺസ് റുപ്പീസ് 2,000. അടുത്തത് പർച്ചേസ് റിട്ടേൺസ് റുപ്പീസ് 3,000. പർച്ചേസ് റിട്ടേൺസ് റുപ്പീസ് 3,000. അടുത്തത് വേജസ് റുപ്പീസ് 4,000. വേജസ് റുപ്പീസ് 4,000. വേജസ് റുപ്പീസ് 4,000. അടുത്തത് ക്യാരിയേജ് ഇൻവേഴ്സ്. ക്യാരിയേജ് CARRIAGE, ക്യാരിയേജ് ഇൻവേഴ്സ് INWARDS. ക്യാരിയേജ് ഇൻവേഴ്സ് റുപ്പീസ് 2,500. ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കിക്കൊള്ളണം. വേജസ് റുപ്പീസ് 4,000, കോമ ഫ്രൈറ്റ് FREIGHT റുപ്പീസ് 1,600. ക്യാരിയേജ് ഇൻവേഴ്സ് റുപ്പീസ് 2,500. റുപ്പീസ് 2,500. അടുത്തത് പവർ ആൻഡ് ഫ്യൂവൽ. പവർ POWER. പവർ ആൻഡ് ഫ്യൂവൽ FUEL. ഫ്യൂവൽ റുപ്പീസ് 1,400. ലാസ്റ്റ് ഐറ്റം ക്ലോസിംഗ് സ്റ്റോക്ക് റുപ്പീസ് 15,000. ക്ലോസിംഗ് സ്റ്റോക്ക് റുപ്പീസ് 15,000. ക്ലോസിംഗ് സ്റ്റോക്ക് റുപ്പീസ് 15,000. ക്വസ്റ്റ്യൻ അവസാനിച്ചു. ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്? 31st December 2012 ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുക. ഇനി ഒരു കാര്യം കൂടെ മുൻകൂട്ടി പറഞ്ഞു തരുന്നു. നിങ്ങളെ പറ്റിക്കുവാൻ വേണ്ടി പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആൾ, ആ ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് എഴുതണം, പർച്ചേസ് എഴുതണം, പർച്ചേസ് റിട്ടേൺ ഉണ്ടെങ്കിൽ കുറയ്ക്കണം, സെയിൽസ് എഴുതണം, സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ കുറയ്ക്കണം, ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതണം, പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസുകൾ എഴുതണം എന്ന് പഠിച്ചു വെച്ചിട്ട് പോകും. ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസും കൂടെ 1-2 നിങ്ങളുടെ ക്വസ്റ്റ്യൻ തന്നേക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുവാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇതിൽ തന്നിരിക്കുന്ന എല്ലാ ഐറ്റങ്ങളും എഴുതിയില്ല എങ്കിൽ നമ്മൾ ആൻസർ തെറ്റിപ്പോകുമെന്ന് എഴുതി എല്ലാ ഐറ്റങ്ങളും നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതി വയ്ക്കും. നിങ്ങൾക്ക് മാർക്ക് കുറയും.
കാരണം അതിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കാണും, അല്ലെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് ഇൻകം തന്നേക്കും. അതും കൂടെ എഴുതി വയ്ക്കും. എല്ലാം എഴുതി തന്നിരിക്കുന്ന ഏറ്റവും മൊത്തം അത് രേഖപ്പെടുത്തണ്ടേ നിങ്ങൾ വിചാരിക്കും. അങ്ങനെ രേഖപ്പെടുത്തരുത്. അതിനുവേണ്ടിയാണ് ഡയറക്റ്റ് എക്സ്പെൻസ് സാധാരണ നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഡയറക്റ്റ് എക്സ്പെൻസ് ഞാൻ എഴുതി തന്നു, ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഞാൻ എഴുതി തന്നു, ഇൻഡയറക്റ്റ് ഇൻകവും എഴുതി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചു കൊള്ളണം. അപ്പോൾ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കാൻ ബോർഡിലോട്ട് നോക്കുക. ഇതേപോലെ വരയ്ക്കണം. പർട്ടിക്കുലേഴ്സ് കോളം വേണ്ട, ഇവിടെ പർട്ടിക്കുലേഴ്സ് കോളം എമൗണ്ട് കോളം, ഇവിടെ പർട്ടിക്കുലേഴ്സ് കോളം എമൗണ്ട് കോളം, ഇവിടെ ക്രെഡിറ്റ് സൈഡ് CR എന്നിട്ടിട്ടുണ്ട്, ഇവിടെ DR. എന്നിട്ട് ഹെഡിങ് ക്വസ്റ്റ്യൻ കണ്ടില്ല. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് ഒരു ലൈനിൽ എഴുതണം. ട്രേഡിംഗ് അക്കൗണ്ട് ഇവിടെ തടുത്തിടാഴ ഏത് വർഷമാണോ തയ്യാറാക്കേണ്ടത്, എന്നാണോ തയ്യാറാക്കേണ്ടത് അത് എഴുതണം. ഫോർ ദ ഇയർ എൻ്റെ 31 ഡിസംബർ 2012. എല്ലാം ഇതേ ഫോർമാറ്റിൽ പോകും. ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻ്റെ 31 ഡിസംബർ 2012. ഇത് വരയ്ക്കണം. പർട്ടിക്കുലേഴ്സ് കോളം എമൗണ്ട് കോളം, പർട്ടിക്കുലേഴ്സ് കോളം എമൗണ്ട് കോളം, ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ്, ഇടതുവശം ഡെബിറ്റ് സൈഡ്, വലതുവശം ക്രെഡിറ്റ് സൈഡ്. ഇതൊരു ലെഡ്ജർ അക്കൗണ്ട് ആണ്. ലെഡ്ജർ അക്കൗണ്ട് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ലെഡ്ജർ അക്കൗണ്ട് ഒരുപാട് ലെഡ്ജർ അക്കൗണ്ട് വരച്ച് നിങ്ങൾ പോസ്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്തിട്ടുള്ളവരാണ്. അതുകൊണ്ട് ലെഡ്ജർ അക്കൗണ്ടിന് 2 സൈഡിലുണ്ടായിരിക്കും. ഇടതുവശത്തിന് ഡെബിറ്റ് സൈഡ് എന്നും വലതുവശത്തിന് ക്രെഡിറ്റ് സൈഡ് എന്നും പറയുന്നു. അതുപോലെ തന്നെയാണ് അക്കൗണ്ടാണ്. ഇത് ട്രേഡിംഗ് അക്കൗണ്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് വരച്ചു. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുവാൻ പോകും. അപ്പൊ ഡെബിറ്റ് സൈഡ് ആദ്യം എഴുതാം നമുക്ക്. ഡെബിറ്റ് സൈഡ് ക്വസ്റ്റ്യൻ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു. നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ വേണ്ടി ഈ രീതി അങ്ങ് പഠിച്ചു വെച്ചെന്നാൽ മതി. നിങ്ങൾക്ക് വേറെ ഒരുപാട് കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാങ്കിൽ പോലും നിങ്ങൾക്ക് ഭംഗിയായിട്ട് ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കാൻ പറ്റും. ഒരുപാട് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അതിലൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. ട്രേഡിംഗ് അക്കൗണ്ട് ഇതങ്ങ് പഠിച്ചു വെച്ച് ഞാൻ പറയുന്ന അതേപോലെ പഠിച്ചു വെച്ചേക്കും. ക്വസ്റ്റ്യനിൽ നോക്കണം. തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടോ എന്ന് നോക്കണം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഡെബിറ്റ് സൈഡിന് ആദ്യത്തെ ഐറ്റം ആയിട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതണം. ഞാൻ എന്താ എഴുതാൻ പോകുന്നു. ഓപ്പണിംഗ് സ്റ്റോക്ക് ഇതിലുണ്ട്, അതങ്ങ് ടിക്ക് ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ എഴുതിയ ഐറ്റം ഏതാണെന്ന് അറിയാൻ പറ്റും. ഓപ്പണിംഗ് സ്റ്റോക്ക് ക്വസ്റ്റ്യനിൽ അങ്ങ് ടിക്ക് ചെയ്തിട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് എടുത്ത് എഴുതണം. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ് തന്നിരിക്കുന്നത്? 14,000. എമൗണ്ട് കോളത്തിൽ 14,000 എഴുതുന്നു. 14,000 ഈ ഓർഡറിൽ ഞാൻ പറയുന്ന ഓർഡറിൽ പഠിച്ചു വെച്ചിരുന്ന മിസ്റ്റേക്ക് സംഭവിക്കില്ല. ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി, ഇല്ലെങ്കിൽ എഴുതണ്ട. പുതിയൊരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് കാണൂല്ല ക്വസ്റ്റ്യനിൽ. അതുകൊണ്ട് അങ്ങ് പറയുന്നത്. ഈ വർഷം തുടങ്ങിയ ഒരു ബിസിനസ് സ്ഥാപനം ഈ വർഷം ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തു. ഈ വർഷം ഡിസംബറിൽ നമ്മൾ ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കുന്നു, അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുന്നു. ആ സമയത്ത് നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് കാണുമോ? ഈ വർഷം തുടങ്ങിയ സ്ഥാപനത്തിൽ ഇല്ല. ഈ വർഷം വരുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് അടുത്ത വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്കായി മാറും. അപ്പൊ പുതുതായിട്ട് തുടങ്ങിയ ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ ആ വർഷം ഓപ്പണിംഗ് സ്റ്റോക്ക് ഇല്ല. മുമ്പ് തുടങ്ങിയ ഒരു സ്ഥാപനമാണെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് വരും. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് എഴുതണം. രണ്ടാമത് എഴുതേണ്ടത് ക്വസ്റ്റ്യനിൽ നോക്കണം. പർച്ചേസസ് ഉണ്ടോ എന്ന് നോക്കണം. പർച്ചേസ് ഇല്ലാതെ വരില്ല, പർച്ചേസ് സെയിൽസും കാണുമല്ലേ. പർച്ചേസസ് നോക്കണം. പർച്ചേസസ് നോക്കാം. നമ്മൾ എഴുതുന്നതിന് മുമ്പായിട്ട് ക്വസ്റ്റ്യനിൽ പർച്ചേസ് റിട്ടേൺ എന്നോ അല്ലെങ്കിൽ റിട്ടേൺ ഔട്ട് വേഴ്സ് എന്നോ ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ പർച്ചേസിന്റെ എമൗണ്ട് എടുത്ത് ഇന്നർ കോളത്തിൽ എഴുതണം. ഇവിടെ നോക്കാം, പർച്ചേസസ് റിട്ടേൺ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് എഴുതുന്നു? പർച്ചേസസ് എന്നത് രണ്ടാമത്തെ ഐറ്റം. പർച്ചേസ് റിട്ടേൺ ഉള്ളത് കൊണ്ട് ആ എമൗണ്ട് നമ്മൾ എവിടെ എഴുതുന്നു? ഇന്നർ കോളത്തിൽ 36,000. ഇന്നർ കോളം എന്ന് പറയുന്നത് പർട്ടിക്കുലേഴ്സ് കോളം തന്നെയാണ്. 36,000. ഇനി അടുത്തത് എന്താണ്? ഞാൻ പറഞ്ഞു പർച്ചേസ് ടിക്ക് ചെയ്യുക. ക്വസ്റ്റ്യനിലാണ് ടിക്ക് എഴുതിയ ഐറ്റങ്ങൾ അറിയാൻ വേണ്ടിയാണ്. ടിക്ക് ചെയ്തു. അടുത്ത എന്താണ്? പർച്ചേസ് റിട്ടേൺ ഉണ്ട്. പർച്ചേസ് റിട്ടേൺ അതിൽ നിന്ന് കുറവ് ചെയ്യണം. അപ്പോൾ ലെസ് എന്നോ മൈനസ് ഇടുക. ഒന്നിൽ ബ്രാക്കറ്റിനകത്ത് മൈനസ് എന്നിടുക, ഇതുപോലെ ഇടുക. അല്ലെങ്കിൽ അങ്ങനെ ഇടണം. അല്ലെങ്കിൽ ലെസ് എന്ന് എഴുതിയാലും മതി. ലെസ് റിട്ടേൺസ് ക്വസ്റ്റ്യനിലുണ്ട്. ആ റിട്ടേൺസും അങ്ങ് ടിക്ക് ചെയ്യുക. റിട്ടേൺസ് എത്രയാണ്? 3000.
റിട്ടേൺസ് 3000. ഇതിന്റെ തൊട്ട് താഴെ എഴുതുക 3000 എഴുതി. അപ്പൊ 36,000 നിന്ന് 3000 മൈനസ് ചെയ്യുമ്പോൾ 33,000. അത് മറന്നു പോരുത്. ഏത് ക്വസ്റ്റ്യനിലായാലും ഇതുപോലെയാണ് ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ഡെബിറ്റ് സൈഡിന് ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആദ്യത്തെ ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതുക. രണ്ടാമത്തെ ഐറ്റം പർച്ചേസസ് എഴുതണം. പർച്ചേസസ് എഴുതുമ്പോൾ പർച്ചേസ് റിട്ടേൺ ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ മാത്രം ഇന്നർ കോളത്തിൽ പർച്ചേസസിന്റെ എമൗണ്ട് എഴുതിയിട്ട് ആ റിട്ടേൺ അതിൽ നിന്ന് കുറവ് ചെയ്യണം, മൈനസ് ചെയ്യണം. അപ്പൊ 33,000 എന്ന് കിട്ടി. ഇനി എന്താണ് ഞാൻ പഠിപ്പിച്ചത്? കുറച്ച് മുന്നേ പഠിപ്പിച്ചതേ ഉള്ളൂ. അതായത് ഇനി എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസുകളും ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതണം. അപ്പൊ ഡയറക്റ്റ് എക്സ്പെൻസ് ഏതെന്ന് മനസ്സിൽ ഓർമ്മ വേണം. കാരണം ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസും തന്നേക്കും. അതുകൊണ്ടാണ് അത് നമ്മൾ ഓർത്തോണം. അതിനാണ് ഞാൻ എഴുതി തന്ന് വന്ന് ഓടിച്ച് വായിച്ച് ഇങ്ങനെ വെച്ചേക്കണം. ഒരുപാട് ഐറ്റം ഒന്നും പഠിക്കേണ്ട, തന്നിരിക്കുന്ന മാത്രം ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടാൽ മതി. നോക്കാം. ആദ്യത്തെ ഐറ്റം ഏത്? നമുക്ക് വേജസ്. വേജസ് എഴുതാമല്ലേ? വേജസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. കൂലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന കൂലിയെ വേജസ് എന്ന് പറയുന്നു. അപ്പൊ വേജസ് ടിക്ക് ചെയ്യുന്നു, അതെടുത്ത് എഴുതുന്നു 4,000. അടുത്ത എക്സ്പെൻസ് തന്നിരിക്കുന്നു ഫ്രൈറ്റ്. ഫ്രൈറ്റ് എന്താണെന്ന് നോക്കണം. ഫ്രൈറ്റ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണോ? തന്നല്ലോ. ഞാൻ ഡയറക്റ്റ് എക്സ്പെൻസ് തന്നതിൽ ഫ്രൈറ്റ് തന്നിട്ടുണ്ടല്ലോ. ഉണ്ട്. ഫ്രൈറ്റ് എഴുതുന്നു. അതും ടിക്ക് ചെയ്യുക. FREIGHT ഫ്രൈറ്റ്. ഫ്രൈറ്റ് എഴുതുന്നു. ഫ്രൈറ്റ് എത്ര? 1000. അത് എന്താണ് എഴുതുന്നു. ഫ്രൈറ്റ് എഴുതി. അടുത്തത് ഏതാണ്? ക്യാരിയേജ് ഇൻവേഴ്സ്. ഞാൻ പറഞ്ഞു ഈ ക്യാരിയേജ് ആണ് നിങ്ങളെ തെറ്റിക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കണം. ഒന്നുകൂടെ പറഞ്ഞു തരാണ്. ക്യാരിയേജ് എന്ന് പറഞ്ഞ് തന്നിരുന്നാൽ വെറും ക്യാരിയേജ് എന്നുള്ള വാക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആയാലും അല്ലെങ്കിൽ ക്യാരിയേജ് ഓൺ പർച്ചേസ് എന്ന് പറയും. പർച്ചേസ് ചെയ്തപ്പോൾ ക്യാരിയേജ് കൊടുത്തത് അങ്ങനെ പറഞ്ഞിരുന്നാലും, അല്ലെങ്കിൽ ക്യാരിയേജ് ഇൻവേഴ്സ് എന്ന് പറയും. INWARDS ക്യാരിയേജ് ഇൻവേഴ്സ്. ഈ 3 പേരുകൾ പറഞ്ഞിരുന്നാലും അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് എന്ന് ധരിച്ചോളൂ. വെറും ക്യാരിയേജ്, ക്യാരിയേജ് ഓൺ പർച്ചേസ്, ക്യാരിയേജ് ഇൻവേഴ്സ്, ഏത് പേരും ഉപയോഗിക്കാം ക്വസ്റ്റ്യനിൽ. അപ്പൊ ഇത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതെഴുതണം 2500 അല്ലെ? ക്യാരിയേജ് ഇൻവേഴ്സ് ഫ്രൈറ്റിന്റെ എമൗണ്ട് 1600 ആണ്. 1000 അല്ല, 1600 ഫ്രൈറ്റിന്റെ എമൗണ്ട്. അടുത്തത് ക്യാരിയേജ് ഇൻവേഴ്സ് എഴുതുക. ഇത് ശ്രദ്ധിച്ചോണം. ഇത് തെറ്റുന്ന ഒരു ഐറ്റമാണ് ക്യാരിയേജ് ഇൻവേഴ്സ്. കാരണം വെറും ക്യാരിയേജ് എന്നോ ക്യാരിയേജ് ഇൻവേഴ്സ് എന്നോ ക്യാരിയേജ് ഓൺ പർച്ചേസ് എന്നോ പറഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതണം 2500. അത് എഴുതി. അടുത്തത് ഏതാണ്? പവർ ആൻഡ് ഫ്യൂവൽ. പവറൊക്കെ ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഓഫീസിലാണ് ആ പവർ ഉപയോഗിക്കുന്നത്. പവർ ആൻഡ് ഫ്യൂവൽ, ഇന്ധനമൊക്കെ ഉപയോഗിക്കുന്നത് ഫാക്ടറിയിലാണ്. ഫാക്ടറി എക്സ്പെൻസുകളെല്ലാം ഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. മാനുഫാക്ചറിങ് എക്സ്പെൻസ്, ഫാക്ടറി എക്സ്പെൻസുകളാണ്. ഫാക്ടറിക്ക് അകത്ത് വരുന്ന എല്ലാ എക്സ്പെൻസുകളും ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് പവർ ആൻഡ് ഫ്യൂവൽ മാർക്ക് ചെയ്യുക, ടിക്ക് ചെയ്യുക, എഴുതുക. പവർ ആൻഡ് ഫ്യൂവൽ. പവർ ആൻഡ് ഫ്യൂവൽ. ഫ്യൂവൽ 1400. പവർ ആൻഡ് ഫ്യൂവൽ 1400. അപ്പൊ ഡയറക്റ്റ് എക്സ്പെൻസുകൾ വരും. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് എഴുതാൻ പോകും. ക്രെഡിറ്റ് സൈഡിന് എഴുതുമ്പോൾ ആദ്യത്തെ ഐറ്റം സെയിൽസ് ഉണ്ടോ എന്ന് നോക്കണം. സെയിൽസ് കാണും. സെയിൽസ് ഇല്ലാതെ ബിസിനസ് ഇല്ലല്ലേ. സെയിൽസ് കാണും. സെയിൽസ് എഴുതുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നോക്കണം, സെയിൽസ് റിട്ടേൺ എന്നോ അല്ലെങ്കിൽ റിട്ടേൺ ഇൻവേർഡ് എന്നോ ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടല്ലോ, ഇവിടെ സെയിൽസ് റിട്ടേൺ ഉണ്ട്. അപ്പൊ സെയിൽസ് റിട്ടേൺ ഉള്ളത് കൊണ്ട് സെയിൽസിൽ നിന്ന് കുറവ് ചെയ്യണം. ഇത് എവിടെയാണ് എഴുതേണ്ടത്? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിനാണ് സെയിൽസ്
സെയിൽസ് റിട്ടേൺ ഉള്ളത് കൊണ്ട് സെയിൽസിന്റെ എമൗണ്ട് ഇന്നർ കോളത്തിൽ എഴുതുക 92,000. ഇനി എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞതുപോലെ സെയിൽസ് റിട്ടേൺ എന്ത് ചെയ്യണം? കുറവ് ചെയ്യണം. സെയിൽസ് റിട്ടേൺ കുറവ് ചെയ്യണം. അപ്പൊ ലെസ് ഒന്നുകിൽ മൈനസ് ഇടുക ബ്രാക്കറ്റിനകത്ത്, അല്ലെങ്കിൽ ലെസ് എന്ന് എഴുതി വരയിടുക. ലെസ് റിട്ടേൺസ് 2,000 വരയിടുക. 90,000 എമൗണ്ട് കോളത്തിൽ എഴുതണം. അത് ടിക്ക് ചെയ്ത് റിട്ടേൺസും സെയിൽസ് റിട്ടേണും ടിക്ക് ചെയ്യുക ക്വസ്റ്റ്യനിൽ. ഇനി നോക്കുക, ഏകദേശം നമ്മൾ ടിക്ക് ചെയ്യാത്ത ഐറ്റം ഏതുണ്ട്? ക്ലോസ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. എല്ലാ ഐറ്റങ്ങളും എഴുതി കഴിഞ്ഞു. ഒരു ഐറ്റമേ ഉണ്ട്. ക്ലോസ് സ്റ്റോക്ക് എഴുതാം. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസ് സ്റ്റോക്കിന്റെ തുക എത്രയാണ്? 15,000. ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കിയിട്ടു. മറന്നുപോകരുത്, ഒന്നുകൂടെ പറയുന്നു. ട്രേഡിംഗ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിൽ ആദ്യത്തെ ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, രണ്ടാമത്തെ ഐറ്റം പർച്ചേസസ് ഉണ്ടെങ്കിൽ പർച്ചേസ് എഴുതുമ്പോൾ പർച്ചേസ് റിട്ടേൺ ഉണ്ടോ എന്ന് നോക്കണം. ആ പർച്ചേസ് റിട്ടേൺ ഉണ്ടെങ്കിൽ അത് കുറവ് ചെയ്യണം. കുറവ് ചെയ്തിട്ട് എമൗണ്ട് കോളത്തിൽ എഴുതാവും. ഇവിടെ പർച്ചേസ് റിട്ടേൺ എഴുതി. ഇനി ഡയറക്റ്റ് എക്സ്പെൻസുകൾ നിങ്ങൾ ഏത് ഓർഡറിൽ എഴുതിയാലും കുഴപ്പമില്ല. ഡയറക്റ്റ് എക്സ്പെൻസ് ക്വസ്റ്റ്യനിലുണ്ട്. അതിന് പ്രത്യേക ഓർഡർ ഒന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. ക്വസ്റ്റ്യനെടുത്ത് ഡയറക്റ്റ് എക്സ്പെൻസുകൾ എഴുതുക. എന്നിട്ട് ക്രെഡിറ്റ് സൈഡിന് എഴുതുന്ന ആദ്യത്തെ ഐറ്റം സെയിൽസ് എഴുതുമ്പോൾ സെയിൽസ് റിട്ടേൺ ഉണ്ടോ എന്ന് നോക്കണം. എങ്കിൽ ഇന്നർ കോളത്തിൽ സെയിൽസിന്റെ എമൗണ്ട് എഴുതി കുറവ് ചെയ്യണം. കുറവ് ചെയ്തിട്ട് ഔട്ടർ കോളത്തിൽ ഇവിടെ സെയിൽസ് റിട്ടേൺ ഉണ്ട്. 92,000 2,000 മൈനസ് ചെയ്ത് 90,000. അടുത്ത ക്ലോസിംഗ് സ്റ്റോക്ക് 15,000. ഇനി എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് ചെയ്യാൻ അറിയാം. കൂടുതലുള്ള സൈഡ് കൂട്ടിയിടുന്നു. അപ്പൊ രണ്ട് സൈഡിനും ഒരേ ലെവലിന് എമൗണ്ട് കോളത്തിൽ വരയിടണം. വരയിടുമ്പോൾ കുറവുള്ള സൈഡിന് കുറവുള്ള എമൗണ്ട് കണ്ടുപിടിച്ചെഴുതുവാൻ വേണ്ടി സ്ഥലം അഡ്ജസ്റ്റ് ചെയ്ത് മാത്രമേ ടോട്ടൽ ചെയ്യാൻ വരയിടാവൂ. ഇവിടെ നോക്കിക്കോ, നമുക്ക് ഇവിടെയാണ് കുറവുള്ള സൈഡ്. ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം. എന്താണ് ഇവിടെ 14,000 33,000 4,000 1,600 2,500 1,400 അത്രയേ ഉള്ളൂ. ഇവിടെ 90,000 15,000 ഉണ്ട്. അപ്പൊ എന്തായാലും ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. അപ്പൊ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ വരയിടണം ടോട്ടൽ ചെയ്യാൻ. ഇവിടെ വരയിട്ടു. ആ നിരപ്പിന് ഇവിടെയും നമ്മൾ വരയിടുന്നു ടോട്ടൽ ചെയ്യാൻ. അപ്പൊ കൂടുതലുള്ള സൈഡ് കൂട്ടിയിടുക. അപ്പൊ എത്ര കിട്ടുന്നു? 1,05,000. 1,05,000. ഒന്നുകിൽ ബോൾഡാക്കും അല്ലെങ്കിൽ ഡബിൾ ലൈൻ കൊടുക്കും. ഇവിടെയും ആ ടോട്ടൽ എഴുതണം. കുറവുള്ള സൈഡിനും അതേ ടോട്ടൽ തന്നെ എഴുതണം. ഇനി എന്താണ് ചെയ്യേണ്ടത്? കുറവുള്ള സൈഡിന് കുറവുള്ള എമൗണ്ട് കണ്ടുപിടിക്കണം. 1,05,000 നിന്നും 14,000 മൈനസ് ചെയ്യണം, 33,000 മൈനസ് ചെയ്യണം, 4,000 മൈനസ് ചെയ്യണം, 1,600 മൈനസ് ചെയ്യണം, 2,500 മൈനസ് ചെയ്യണം, 1,400 മൈനസ് ചെയ്യണം. അപ്പോൾ ഒരു തുക കിട്ടുന്നു. അപ്പൊ ഇവിടെ ഇൻകം സൈഡ്, ഇത് ഇൻകം സൈഡ്, ഇത് എക്സ്പെൻസ് സൈഡ്. ഇൻകം സൈഡ് കൂടുതൽ, എക്സ്പെൻസ് സൈഡ് കുറവ്. അത് തന്നെയല്ലേ? ഇൻകം സൈഡ് കൂടുതൽ, എക്സ്പെൻസ് സൈഡ് കുറവ്. അപ്പൊ വിറ്റ വില കൂടുതൽ, നമുക്ക് മറ്റ് ചിലവായ വാങ്ങിയ വിലയും അതുപോലെ അതിന് ചിലവായതും കുറവ്. അപ്പൊ നമുക്ക് എന്താണ് കിട്ടുന്നത്? ലാഭം. സാധാരണ ഒരു ബിസിനസ്സിൽ നമ്മൾ വേറൊന്നും അക്കൗണ്ടിങ് ഒന്നും പഠിക്കേണ്ടത് കണ്ടുപിടിക്കുവാൻ വേണ്ടി നമുക്ക് സാധാരണ നമ്മളിപ്പോൾ ചെറിയ ചെറിയ കടകൾ നടത്തുന്നു, അതിനൊന്നും ഈ അക്കൗണ്ടിങ് മെത്തേഡൊന്നും വേണ്ട. നമുക്കറിയാം, നമുക്ക് വിറ്റ വിലയും വാങ്ങിയ വിലയും തമ്മിലുള്ള വ്യത്യാസം ലാഭം ആണ് എന്ന് വ്യക്തമാണ്. വിറ്റ വില കൂടുതലും വാങ്ങിയ വില വരവിന്റെ സൈഡ് കൂടുതൽ, ചിലവിന്റെ സൈഡ് കുറവ്. ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കണം. വ്യത്യാസം കണ്ടുപിടിക്കുക. 4,00,000 അല്ല, 4,00,000 48,500. 48,500 രൂപ ബാലൻസ് ചെയ്യുമ്പോൾ ബാലൻസ് ചെയ്ത് നോക്കിക്കോളാം. ഞാൻ എഴുതിയിരുന്ന ആൻസർ മാത്രം പകർത്തിക്കൊണ്ട് പോകരുത്. ഇനി എന്തെഴുതണം ഇതിന്റെ നിരപ്പിന്? ഇത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ്
ക്യാരിഡ് ഡൗൺ. അക്കൗണ്ടിൽ നമ്മൾ കുറവുള്ള സൈഡിന് ക്യാരിഡ് ഡൗൺ എന്ന് എഴുതുമല്ലോ, അതേപോലെ തന്നെ ഗ്രോസ് പ്രോഫിറ്റ് ക്യാരിഡ് ഡൗൺ. ഇതാണ് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി എല്ലാ ക്വസ്റ്റ്യനിലും ട്രേഡിംഗ് അക്കൗണ്ട് വരും. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് പഠിക്കേണ്ട കാര്യമല്ല. ഒറ്റ ക്വസ്റ്റ്യൻ എന്ന ട്രേഡിംഗ് അക്കൗണ്ട് ഞാൻ പരിചയപ്പെടുത്തി. കാരണം പരീക്ഷയ്ക്ക് ട്രേഡിംഗ് അക്കൗണ്ട് പ്രത്യേകിച്ച് ചോദിക്കുവാൻ സാധ്യതയുണ്ട് ഇപ്പോഴത്തെ ഇതനുസരിച്ച്. കാരണം വേറെ ഒരുപാട് ചാപ്റ്റർ ഒഴിവാക്കിയിരിക്കുന്നത് കൊണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് പ്രത്യേകം തയ്യാറാക്കാൻ ചോദിക്കുവാൻ സാധ്യതയുണ്ട്. 4 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യത. അതുകൊണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട് ഒന്ന് പ്രത്യേകിച്ച് എഴുതി പഠിപ്പിച്ചത്. ഇനി എല്ലാത്തിലും ട്രേഡിംഗ് അക്കൗണ്ട് വരും. അതിനുശേഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മറന്നു വരുത്, ഒന്നുകൂടെ പറയുന്നു. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിന് ഓപ്പണിംഗ് സ്റ്റോക്ക്, ആദ്യത്തെ ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രം എഴുതുക. എന്നിട്ട് പർച്ചേസ് എഴുതാം. പർച്ചേസ് റിട്ടേൺ ഉണ്ടെങ്കിൽ മാത്രം ഇന്നർ കോളത്തിൽ എഴുതുക, കുറയ്ക്കുക. റിട്ടേൺ ഇല്ല, ഇപ്പൊ റിട്ടേൺ ഈ ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നെങ്കിൽ 36,000 എമൗണ്ട് കോളത്തിൽ എഴുതുമായിരുന്നു. അടുത്ത ഡയറക്റ്റ് എക്സ്പെൻസുകൾ മാത്രം ചികഞ്ഞു പിടിച്ചെഴുതണം. ചിലപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തന്നേക്കും. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് പറയുന്നത്. തെറ്റിക്കുവാൻ വേണ്ടി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൂടെ തരാൻ സാധ്യതയുണ്ട് ക്വസ്റ്റ്യൻ. അപ്പോൾ അതെടുത്ത് എഴുതുന്നു. ഡയറക്റ്റ് എക്സ്പെൻസുകൾ മാത്രം എഴുതുന്നു. ക്രെഡിറ്റ് സൈഡ് സെയിൽസ് എഴുതുമ്പോൾ സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ സെയിൽസ് റിട്ടേൺ കുറവ് ചെയ്യണം. ഇവിടെ റിട്ടേൺ ഉള്ളത് കൊണ്ടാണ് 92,000 ഇന്നർ കോളത്തിൽ എഴുതിയത്. 90,000 കുറവ് ചെയ്ത് കണ്ടുപിടിച്ചത്. റിട്ടേൺ ഇല്ലായിരുന്നുവെങ്കിൽ സെയിൽസ് എന്നെഴുതി 92,000 രൂപ എമൗണ്ട് കോളത്തിൽ എഴുതുമായിരുന്നു. അടുത്ത അഡ്ജസ്റ്റ്മെന്റ് ആകെ അടുത്തത് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്കും ക്രെഡിറ്റ് സൈഡ് എഴുതി ബാലൻസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. അതിനെ ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ എന്ന് എഴുതി.